എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നതിന് വളരെ നന്ദിയുണ്ട്. എന്നെ സംബന്ധിച്ചോളം വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം ബസൂക്ക എന്ന് പറയുന്ന ഒരു സിനിമ വളരെ നന്നായി തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ മമ്മൂക്കയുടെ കൂടെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു സിനിമ ചെയ്യാൻ പറ്റി. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ്. ഇങ്ങനെ ഇതിൽ ഒരു കഥാപാത്രം ചെയ്യാനായിട്ട് എന്നോട് ആദ്യം പറയുന്നത് കല്ലൂർ ഡെനീസ് ചേട്ടനാണ്. ഡെനീസ് ചേട്ടൻ്റെ കൂടെ ഞാൻ ഒരുപാട് സിനിമകൾ ഹീറോ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിയാണ് എന്നെ ആദ്യമായിട്ട് ഹീറോ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത വൺ ഓഫ് ദ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്. അപ്പോൾ എന്നോട് ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഇങ്ങനെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്. അത് കഴിഞ്ഞ് പിന്നെ ഡീനു എന്നോട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ജോർജും മമ്മൂക്കയൊക്കെ ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്തു. അപ്പം നിങ്ങളെല്ലാവരും ബസൂക്ക കണ്ടിരിക്കുമല്ലോ അതെ? ഓക്കെ, അപ്പം വളരെ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം. ഹായ്, താങ്ക് യു ഓൾ ഫോർ കമ്മിങ് ടുഡേ. ബസൂക്കയ്ക്ക് ഇത്രയ്ക്കും സ്നേഹവും ഇത്രയ്ക്കും ലവ് ആൻഡ് ഇത്രയ്ക്കും നല്ല റിവ്യൂസ് തന്നതിന് താങ്ക് യു. ആൻഡ് യാ, ദാറ്റ്സ് ഇറ്റ്. Hello everyone, good morning. So thank you so much for coming here today. And ബസൂക്ക ഇപ്പം തിയേറ്ററിൽ സക്സസ്ഫുള്ളി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പടം കണ്ടതിലും കണ്ട ആൾക്കാർ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞതിലും ഒത്തിരി സന്തോഷം. ആൻഡ് ഇതൊരു ഇൻട്രാക്റ്റീവ് സെഷനാക്കി നമുക്ക് മാറ്റാം. നമ്മൾ മാത്രം സംസാരിക്കുന്നത് നല്ല നിങ്ങൾ നമ്മുടെ അടുത്ത് ചോദിക്കുന്നതാണല്ലോ. സോ നിങ്ങൾ ചോദിച്ചോളൂ. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ഇതിനകത്ത് സണ്ണി വർഗീസ് എന്നാണ്. അപ്പോൾ പുള്ളി കുറച്ച് ഓൺലൈൻ ഗെയിമിംഗ് സിനാരിയോയിൽ കുറച്ച് തിളങ്ങി നിൽക്കുന്ന, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനൊരു ക്യാരക്ടറാണ്. കുറച്ച് ആളുകളെയൊക്കെ ശല്യപ്പെടുത്തുന്ന, കുറച്ച് ചൊറിയനായിട്ടുള്ള, എന്നാൽ അത്യാവശ്യം എന്താ പറയുക, ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് എൻ്റെ ക്യാരക്ടർ ഇതിനകത്ത്. അപ്പോൾ അതാണ് എൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയാനുള്ളത്. ബാക്കി Hi everyone here. I hope everyone's had good breakfast before coming here. Did you guys? No, not yet. Neither have I, so I think we'll do that later. Well, sorry? That is why these people are not having energy to ask. Yeah, exactly. Maybe next time we'll do breakfast together. So yeah, I play Ansari in the film. It's a good character. It's an action character. I think it's worked out well. I think the audience is loving the entire film. They're loving Bazooka in the film. We are loving Mamuka in the film. Because Bazooka is Mamuka. Bazooka is Mamuka. So I think I'll pass it on to you now. Thank you so much, guys. Our music is the best. Please, I would like to have a few words from you. He's the man behind the music of the film. He's done really well. So please, few words from me. പടം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ആക്ച്വലി കുറച്ചും കൂടെ സമയം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആക്കായിരുന്നുള്ള കാര്യമായിരുന്നു. എനിക്കിത് എക്സ്പീരിയൻസ് ഇല്ല ഇന്ന് സംസാരിച്ചിട്ടില്ല, സോറി. അല്ല, കുറച്ചും കൂടെ സമയം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നാക്കാമെന്ന് തോന്നാനുള്ള കാരണം എന്താണ്? അല്ല, എനിക്ക് ലാസ്റ്റ് പടം കണ്ടപ്പം എനിക്ക് കുറച്ചും കൂടെ എൻ്റെ കുറച്ചും കൂടി ഇടാൻ കൂടെ തോന്നിയിട്ടുണ്ടായിരുന്നു. മീൻസ് എനിക്ക് ഫീൽ ചെയ്തതാണ് കേട്ടോ. എനിക്ക് എൻ്റെ വർക്കിനെ കുറിച്ചുള്ള ഫീൽ ചെയ്തതാണ്. നമുക്ക് എല്ലാവർക്കും അങ്ങനെയല്ലേ, നമ്മൾ അഭിനയിച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടെ നന്നാകാനും തോന്നും. ഈ ഇത്തരം ഒരു സിനിമയ്ക്ക് മമ്മൂക്ക കഥ കേട്ട അന്ന് മുതൽ മമ്മൂക്ക ഈ സിനിമ ചെയ്യാൻ തയ്യാറായിരുന്നു. പക്ഷെ അന്നൊന്നും ഈ പറയുന്ന ഗെയിമും കളി അങ്ങനെയൊന്നും അത്ര സജീവമല്ലായിരുന്നു. അന്ന് മുതൽ ഈ മനസ്സിൽ അന്ന് താങ്കൾ മ്യൂസിക് ചെയ്യണമെന്ന് പിന്നീട് കുറേ നാളുകൾക്ക് ശേഷം വരുമ്പോൾ
ഇതെങ്ങനെയായിരിക്കും ഇതിൻ്റെ റൂട്ട്, ഇതെങ്ങനെ ഉണ്ടായാൽ പ്രേക്ഷകർ പിടിച്ചിരുത്താം, ആ ഒരു ചിന്താഗതി താങ്കൾ ഒത്തിരി ചിന്തിപ്പിച്ചിട്ടുണ്ടാവും? ആക്ച്വലി ഡീലിന് നല്ല ഐഡിയ ഉണ്ടായിരുന്നു, എന്ത് ചെയ്യണം, എങ്ങനെ എന്ത് സൗണ്ട് വേണമെന്നുള്ള ഡീലിന് വ്യക്തമായിട്ടുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. നമ്മൾ രണ്ടാളും ഡിസ്കസ് ചെയ്ത് വർക്കൗട്ട് ചെയ്തു. സംസാരം വളരെ കുറവല്ലേ, മ്യൂസിക്കിൽ മാത്രമേ ഉള്ളൂ അല്ലേ? അങ്ങനെയല്ല. പക്ഷെ എങ്കിലും അതിൻ്റെ എന്നെ സംബന്ധിച്ച് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് കേട്ടോ. ഞാൻ ഓപ്പണായിട്ട് പറയാനുള്ളത്, ഞാൻ ഇന്നലെ സിനിമ കണ്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ മ്യൂസിക്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് കൊടുത്തുകൊണ്ട് തന്നെ ആ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കും. ഇപ്പം താങ്കൾ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്തു വെച്ചാലും പിന്നീട് ഒന്നും കൂടെ കാണുമ്പോൾ നന്നാക്കാമെന്ന് തോന്നുന്നത് സ്വാഭാവികമാണ്. ബാക്കിയും പറഞ്ഞാൽ സ്വാഭാവികമാണ്, അതിൽ തെറ്റൊന്നും പറയാനില്ല. പക്ഷെ ഇതിൽ ഓരോ മ്യൂസിക്കുകൾ ചെയ്യുമ്പോഴും മമ്മൂക്കായുടെ ഒരു എൻട്രിക്ക് കൊടുക്കുന്ന മ്യൂസിക്കിന്, മാസ് മ്യൂസിക്കിന് ഒരു ചലഞ്ചിങ് ഉണ്ടാവും താങ്കൾക്ക്. മമ്മൂക്ക ചെയ്തു വെച്ച സിനിമകൾ എല്ലാം കണ്ട് വളർന്നു വന്ന താങ്കൾക്ക് എങ്ങനെയാണ് മമ്മൂക്ക ഓരോ എൻട്രിക്കും വ്യത്യാസമുണ്ട്, 3-4 ഗെറ്റപ്പിലും മമ്മൂക്ക അവരാണ്, അത് എത്രമാത്രം ചലഞ്ചായിരുന്നു? ചലഞ്ചായിരുന്നു, പടം മൊത്തത്തിൽ എനിക്ക് ചലഞ്ചായിരുന്നു. ഒന്നാമത് എൻ്റെ ഫസ്റ്റ് പടമാണ്, അതുകൊണ്ടുള്ള ചലഞ്ച് ഒന്നുകൂടെ ചലഞ്ചായിരുന്നു മൊത്തത്തിൽ. എനിക്ക് ഒന്നാമത് കുറച്ച് സമയം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് കൈകളിലേക്ക് എത്തുമായിരുന്നു അല്ലേ? എങ്കിലും നന്നായിട്ടുണ്ട് കേട്ടോ, ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. താങ്ക് യു. പുതിയ ആളാണെന്ന് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഓക്കെ ഓക്കെ, താങ്ക് യു. ഹക്കിമി പറഞ്ഞതുപോലെ, ഞാൻ നേരത്തെ പറഞ്ഞ 2019 മമ്മൂക്കായി കഥ കേട്ടതെന്നാണ് ഞാൻ അറിഞ്ഞത്. 2019 പോയി കഥ പറഞ്ഞ് രഞ്ജി സാറ് കഥ കേൾക്കുന്നു, അത് മോനിലേക്ക് മാറുന്നു. അന്നു മുതൽ മമ്മൂക്കായി സിനിമ ചെയ്യാൻ തയ്യാറായി മാറിയൊരു മമ്മൂക്ക. ആ മമ്മൂക്ക ഈ പുതിയ തലമുറയ്ക്ക് വേണ്ടിയാണ് ഈ സിനിമ ചെയ്തെന്ന് എനിക്ക് തോന്നിയേക്കുന്നത്. ഞാനൊക്കെ ഓൾഡാണ്, ഞാനൊക്കെ ഈ ഗെയിമൊന്നും കളിച്ചില്ല. പക്ഷേ പുതിയ തലമുറയ്ക്ക് വേണ്ടിയാണ് ഈ മമ്മൂക്ക ഇതിലൊരു മെസ്സേജും കൂടിയാണ് ഈ സിനിമയിലൂടെ വരുന്നത്. പക്ഷെ മമ്മൂക്കയുടെ അവസാനം ഒരു 10-20 മിനിറ്റ് ഉണ്ടല്ലോ, അത് മമ്മൂക്ക എടുത്ത ഒരു ചലഞ്ച്. മമ്മൂക്ക അത് ചെയ്യാം, മമ്മൂക്കാനെ നമ്മൾ പല രീതിക്കുണ്ട്, പക്ഷെ മമ്മൂക്ക അത് ചെയ്യാം. മമ്മൂക്കയുടെ നമുക്ക് സിനിമ കാണാത്തവർക്ക് കൊണ്ട് നമ്മൾ പറയാൻ പറ്റില്ല. ആ മമ്മൂക്ക കാറിൽ നിന്ന് ഇറങ്ങുന്ന സംഭവം ഉൾപ്പെടെ നമുക്ക് കാണുമ്പോൾ ആ മമ്മൂക്ക ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് ഹക്കീമി കഥ കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടോ? അത് സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ്, മൊത്തം സിനിമ കാണുമ്പോഴാണ് മനസ്സിലാക്കിയത് ഹക്കീം? അല്ല, ഞാൻ ഈ പരിപാടി അറിയുന്നത് 2022 സമയത്തൊക്കെയാണ് എനിക്ക് വർക്ക് കിട്ടുന്നത്. ആക്ച്വലി പടം ചെയ്യാൻ ഇരുന്നത് വേറൊരു ആളായിരുന്നു. അപ്പോൾ പുള്ളിക്ക് ഡേറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് എന്നാൽ പിന്നെ ഇവൻ ചെയ്യട്ടെ എന്ന് വെച്ചത്. അത് എൻ്റെ ഒരു ഭാഗ്യം കൂടിയാണ്. കാരണം ലിറ്ററലി എനിക്ക് തോളോട് തോൾ ചേർന്നിരുന്ന് ഒരു 10-15 ദിവസം ഇതുപോലെ ഇരുന്ന് അഭിനയിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് കണ്ടിരുന്നിട്ടേ ഉള്ളൂ. കാരണം നമ്മുടെ വിളച്ചെടുക്കാനൊന്നും ഞാൻ പോയിട്ടില്ല അവിടെ. വെറുതെ പേടിച്ച് തന്നെയാണ് ഞാൻ അവിടെ ഇരുന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് മമ്മൂക്കയുടെ പ്രോസസ്സാണ് ഞാൻ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടു പോയത്. എപ്പോഴും ഇപ്പോൾ ഓൺ സ്പോട്ടിൽ ഇപ്പോൾ ഒരു സാധനം ചെയ്യുകയും, അപ്പോൾ നമുക്ക് അത് ഇങ്ങനെയല്ല, നമുക്ക് ഇവിടെ ഒരു പ്രശ്നമുണ്ട്, അങ്ങനെ വരുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ട് തന്നെയുള്ള അങ്ങനെ 2, 3, 4 പ്രാവശ്യം ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ക്ലൈമാക്സിൽ ഞാൻ ആലോചിക്കാറുണ്ട്. ഇപ്പോൾ എന്നോട് ഇത് പറയുമ്പോൾ ഞാനിത് എങ്ങനെയായിരിക്കും ഇപ്പോൾ കൺസീവ് ചെയ്തിട്ടുണ്ടാവുക, നമ്മളോട് ഇങ്ങനത്തെ ഒരു സാധനം പറഞ്ഞാൽ എനിക്ക് ഒരു ഐഡിയ തന്നെ ഇല്ല. കാരണം അത് അങ്ങനെ തന്നെ വേറെ തന്നെ ഒരു അവതാരമായിട്ടാണ് പുള്ളി അതിനകത്ത് പെർഫോം ചെയ്തിരിക്കുന്നത്. അപ്പം ഇതൊക്കെ എവിടെയാണിത് ചിന്തിച്ച് വെക്കുക? ഇത് നേരത്തെ പ്ലാൻഡ് ആണോ അല്ലയോ? ഓൺ ആക്ഷനിൽ എങ്ങനെയാണ് ഇങ്ങനെയായി മാറുക എന്നുള്ളത് ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് കണ്ടു നിന്നിട്ടുള്ള ആളാണ്. അപ്പോൾ ഓഫ് കോഴ്സ് ഞാനൊരു ബിഗ് ഫാനാണ്. അപ്പോൾ എനിക്കെപ്പോഴും എന്താ പറയുക, കണ്ടു പഠിക്കാൻ, ഇല്ലെങ്കിൽ എന്താണ് ഈ പ്രോസസ്സ് എന്ന് നമ്മൾ ഈ ആക്ടേഴ്സ് ഇങ്ങനെ നിൽക്കുമ്പോൾ ബാക്കിയുള്ള സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും പഠിക്കാൻ തന്നെയുണ്ട്. ഇതെങ്ങനെയാണ് ഇതിലേക്ക് ആയി മാറുക, ഒരു എന്താ പറയുക, ഒരു പരകായ പ്രവേശം നടത്തുക എന്നൊക്കെ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിന്തിക്കാറുണ്ട് എപ്പോഴും. അപ്പോൾ എപ്പോഴും ഞാൻ ആലോചിക്കുന്നത്, എനിക്കെപ്പോഴും എന്താ പറയുക, ഞാൻ ഭയങ്കര ലക്ക് ഉള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിങ്ങനെ നേരിട്ട് നിന്ന് കാണാനും അത് അനുഭവിച്ചറിയാനും എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. ലൈക്ക് എനിക്കതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പറ്റുന്നില്ല. എന്താണ് ആ പ്രോസസ്സ്, മമ്മൂക്ക ചെയ്യുന്ന പ്രോസസ്സ് എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. പക്ഷെ എന്തൊക്കെയോ ഇവിടെ എനിക്ക് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയൊന്നും മമ്മൂക്കാണ് ഒരു എക്സ്പ്രഷനിലാണ് കേട്ടോ. അതൊക്കെ ഡയറക്റ്റ് ഇല്ലാത്തതുകൊണ്ട്, നിങ്ങളോട് ഡയറക്റ്റ് വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കില്ല. ഡയറക്റ്റ് പറയുന്ന അപ്പുറത്തേക്ക് മമ്മൂക്ക സ്വയം കുറെ സംഭവങ്ങൾ കയ്യിൽ നിന്നിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഡയറക്റ്റ് പറഞ്ഞു? ഡയറക്റ്റ് ഇന്ന് ഇവിടെ ഇല്ലല്ലോ, നിങ്ങളായിട്ട് അടുത്തിരിക്കുന്നവർക്ക് ചോദിക്കാം. അങ്ങനെ വല്ലതും ഡയറക്റ്റ് പറഞ്ഞു? മമ്മൂക്ക സ്വന്തമായിട്ട് നമുക്ക് നാവ് കൊണ്ടുള്ള കുറെ സംഭവങ്ങളൊക്കെ അതൊക്കെ മമ്മൂക്ക സ്വയം ഇട്ടോ, അങ്ങനെ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? അതില്ല, അതൊക്കെ മമ്മൂക്കായിട്ടാണ്. അല്ലാതെ അങ്ങനെ ചെയ്യണമെന്ന് ഈ ഒരു ചെറിയ നുവാൻസൻസ് വേണമെന്നോ, അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ പരിപാടി വേണം
ഡീൻ ഫോഴ്സ് ചെയ്ത് പറഞ്ഞിട്ടൊന്നുമില്ല. അതൊക്കെ അതാ പറഞ്ഞത്, അതൊരു ഒരു ക്യാരക്ടർ ഒരു ആർട്ടിസ്റ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എനിക്കറിയില്ല അത് എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ അത് കണ്ടു നിൽക്കാനേ പറ്റുള്ളൂ, മനസ്സിലാക്കാനോ എനിക്കറിയില്ല എങ്ങനെയാണ് ഒരാൾക്ക് അങ്ങനെ സാധിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ലെജൻഡായിട്ട് ഇങ്ങനെ നിൽക്കണമെന്നുള്ളത്. കുറേ പഠിക്കാൻ പറ്റി. ഹക്കീം, ഇത് 2019 തുടങ്ങിയ ഒരു ജേർണിയാണ്. അയ്യോ ഇവിടെ 2019 തുടങ്ങിയ ജേർണിയാണ്. ഇപ്പൊ 2025 അപ്പൊ ഈ ഇത്രയും ഇതിന്റെ ഇടയ്ക്ക് കുറെ റിലീസ് ആവാൻ പോകുന്നതിന്റെ ഓരോ ടീസർ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പോസ്റ്റർ വരുമ്പോഴും ആളുകൾ എത്രത്തോളം എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷെ ഇത് റിലീസ് ആവുന്ന സമയത്ത് ആകുമ്പോഴേക്കും ആ ഒരു എക്സൈറ്റ്മെന്റ് ഫീൽ ചെയ്തിരുന്ന തീർച്ചയായും ഓഡിയൻസ് പലപ്പോഴും എന്താ ബസൂക്കയാണ് ഇത് ഇന്ന് റിലീസ് ആവും നാളെ റിലീസ് ആവും അങ്ങനെ കുറെ ഡിലേ ആയി അങ്ങനെ പോയിരുന്നു. ആ ഒരു എക്സൈറ്റ്മെന്റ് നഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ഏതെങ്കിലും പോയിന്റ്? ഇല്ലില്ല, ഒരിക്കലും ഇല്ല. കാരണം ഇതിപ്പോ ഞാൻ ഇതിന്റെ അടിയിലുള്ള കമന്റ്സ് ഒക്കെ പ്രൊമോഷൻസ് കുറവാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മമ്മൂക്ക പടമാണ്. നമ്മൾ ബാക്കിയുള്ള സിനിമകളെ പോലെ നമുക്ക് എന്താണ് പറയാ, ഈ ഒരു ഓൺലൈൻ ഗിമ്മിക്കുകളോ പരിപാടികളോ ഈ ഒരു പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് മേ ബി ഒരു 5, 6, 7 വർഷമായിട്ടുണ്ടാവുള്ളൂ മാക്സ്. അതിനു മുന്നേ 2-3 ജനറേഷന്റെ സൂപ്പർ സ്റ്റാർ ആണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ സിനിമ ഇറങ്ങുന്നതിനുള്ള നമുക്ക് ഈ സോക്കോൾഡ് പടങ്ങളിൽ കാണിക്കേണ്ടി വരുന്ന ഓൺലൈൻ ഗിമ്മിക്കിന്റെ യാതൊരു ആവശ്യമില്ല ഇവിടെ എന്നുള്ളതാണ് വാസ്തവം. രണ്ടാമത്തെ കാര്യം, എല്ലാവരും ആന്റിസിപ്പേറ്റഡ് ആണ്. എന്താണ് ആ പടം, നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ഞാനത് കഴിഞ്ഞ് ചെയ്തിട്ടുള്ള ഇതിലധികം പ്രൊമോഷൻസ് കൊടുത്തിട്ടുള്ള പടത്തെ കുറിച്ചൊന്നും ജനങ്ങൾ എന്നോട് ചോദിച്ചിട്ടില്ല. പക്ഷെ എന്നോട് ചോദിച്ചിട്ടുള്ളത് എൻ്റെ സുഹൃത്ത് സർക്കിളിൽ നിന്നാണെങ്കിലും ഫാമിലിയിൽ നിന്നാണെങ്കിലും ബസൂക്ക എന്നാണ് റിലീസ്, ബസൂക്ക എന്നാണ്. അവർക്ക് ബസൂക്കയെ കുറിച്ചാണ് അറിയേണ്ടത്. അത് നമ്മൾ പ്രൊമോഷൻ നടത്തിയിട്ടല്ല, പക്ഷെ ആളുകൾ അറിയും മമ്മൂക്ക പടം എന്നുള്ള രീതിയിൽ. അപ്പോൾ അതേപോലെ തന്നെ കാരണം സിനിമ ഇന്നലെ ഇറങ്ങി നല്ല റെസ്പോൺസുകൾ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഒരു സൈഡിൽ നിന്ന് ഒരു നെഗറ്റീവ് റിവ്യൂസും ഇപ്പൊ ആഷിഖ് തോപ്പിന്റെ റിവ്യൂ ഇന്നലെ ഇറങ്ങിയായിരുന്നു. അപ്പം താങ്കൾക്കെതിരെയും ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ പേഴ്സണൽ റിവെഞ്ച് പോലെ എനിക്ക് തോന്നി. കാരണം കടകൾ ഇറങ്ങിയ സമയത്തും താങ്കളെ വിമർശിച്ചുകൊണ്ട് ഇങ്ങനെ തങ്ങളുടെ പടങ്ങൾ മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് താങ്കളെ വിമർശിച്ചുകൊണ്ടൊരു റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും അങ്ങനെ തോന്നിയോ? ഞാൻ റിവ്യൂ കണ്ടിരുന്നു. പക്ഷേ ഇത് പുള്ളി റിവ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ പുള്ളിക്ക് അതിൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ഇവിടെ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ചെയ്യാം. അത് മാത്രമല്ല, പുള്ളി നെഗറ്റീവ് മാത്രമല്ല, പുള്ളി എന്നെ പറ്റി പോസിറ്റീവ് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള പടങ്ങളിൽ ഇപ്പോൾ പ്രണയവിലാസവും അങ്ങനെയുള്ള പടങ്ങളിലൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞാനിത് രണ്ടും എടുക്കാറില്ല. കാരണം ഞാനിങ്ങനെ പബ്ലിക്കിൻ്റെ ഒപ്പീനിയൻ കേട്ട് എന്താ പറയുക പൊങ്ങുകയോ അല്ലെങ്കിൽ അവരെ ഡിഗ്രേഡ് ചെയ്തിട്ട് ഞാൻ താഴുകയോ ചെയ്ത് നിൽക്കാറില്ല. കാരണം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ വരെ യാത്ര ചെയ്തെത്താൻ പറ്റില്ലല്ലോ. ആളുകൾ എന്തു പറയും എന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ ഒരു റിവ്യൂ കേട്ട് നമ്മൾ സിനിമയ്ക്ക് പോകാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പോകാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മിസ്സാവുകയും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ആൻറ്റിസിപ്പേഷൻ കൂടുകയും ചെയ്യും. അപ്പോൾ ഒരിക്കലും ഒരു റിവ്യൂ കേൾക്കാതെ നിങ്ങൾ തന്നെ പോയി പടങ്ങൾ കാണുക. നിങ്ങൾ ഈ റിവ്യൂസ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഇത് കേട്ട് പടത്തിന് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തിയേറ്റർ എക്സ്പീരിയൻസിനെ അത് വല്ലാതെ ബാധിക്കും. മാത്രമല്ല, നെഗറ്റീവ് കേട്ടിട്ടാണ് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ പോകാതിരിക്കുന്നത് എന്നുള്ളൊരു തീരുമാനമുണ്ടെങ്കിൽ ഓക്കെ ഈ പടത്തിന് നെഗറ്റീവ് കേട്ടു ഇനി ഞാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചാൽ ഈ പറയുന്ന പോലെ ഇപ്പോൾ ബസൂക്കയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മമ്മൂക്കയുടെ ഇത്രയധികം നല്ല പെർഫോമൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്. കഥാപാത്രം ഭയങ്കര ബുദ്ധിമാനാണ്. ബസ്സിലിരിക്കുന്ന ഒരാളോട് വെറുതെ ഈ കഥയൊക്കെ പറയുകയാണ് എന്നുള്ള രീതിയിൽ ഒരു സംഭവം പറയുന്നത്. ശരിക്കും സിനിമ കണ്ടവർക്കറിയാം എന്തുകൊണ്ടാണ് ഹക്കീം അവതരിപ്പിച്ച കഥാപാത്രത്തിനോട് നമുക്ക് അങ്ങനെ ആ ഒരു കഥ എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ ഈ ആഷിഖ് തോപ്പിന്റെ റിവ്യൂല് പറയുന്നത് എന്തിനോ വേണ്ടി പറയുന്നു എന്നുള്ളത്. അപ്പൊ എനിക്ക് തോന്നിയത് ഒന്നെങ്കിൽ പുള്ളി സിനിമ കണ്ടിട്ടില്ല, ആരോ പുള്ളിക്ക് അത് ടെക്സ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കണ്ടവരാരെങ്കിലും പറഞ്ഞു കൊടുത്തതോ ആകാനാണ് സാധ്യത. അല്ലെങ്കിൽ പുള്ളിക്ക് ആ പോർഷൻ മനസ്സിലായത്. പക്ഷെ മനസ്സിലാകാൻ അങ്ങനെ വഴിയില്ല. കാരണം അത്രയും ഒരു മുതിർന്ന ഒരാൾക്ക് അത് കണക്ട് ആയില്ലെന്ന് പറയുമ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് തോന്നി. ഏകദേശം ആ 4.29 സെക്കൻഡ് ആ വരുന്നത് ഞാൻ പ്രത്യേകിച്ച് അത് ശ്രദ്ധിച്ചു. പിന്നെ റിപ്പീറ്റ് ഞാൻ കേട്ട കുഴപ്പമാണോ പറയാൻ വേണ്ടി റിപ്പീറ്റ് ചെയ്തപ്പോഴും പുള്ളി അതിനകത്ത് പറയുന്നത് വെറുതെ ഒരു യാത്രക്കാരനോട് കുറെ കഥകൾ പറയുന്നു എന്നാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ക്യാരക്ടറിനോട് മമ്മൂക്ക ഈ കാര്യങ്ങൾ പറയുന്നതിനൊരു കാരണമുണ്ട്. എന്തുകൊണ്ടാണ് അത് പുള്ളി മൈന്യൂട്ടായിട്ട് സബ് കോൺഷ്യസ്ലി പുള്ളി എനിക്ക് കഥ പറയാൻ പറ്റില്ല, അപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന തരത്തിലാണ് നമുക്കിത് സ്ക്രിപ്റ്റ് കിടക്കുന്നത്. എന്നാലേ അത് വർക്കാവുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ അതിന് കാരണമുണ്ട്, അതെനിക്കിതിവിടെ റിവീൽ ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
സിനിമയിൽ നമ്മൾ ലോജിക്ക് നോക്കരുത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അത് സിനിമയാവണം. ഇല്ലെങ്കിൽ നമുക്കൊരു ഡോക്യുമെൻ്ററിയോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്താൽ പോരെ. സിനിമ എന്ന് പറയുന്നത് ലോജിക്കിന് അത്രേ കൊടുക്കേണ്ട പ്രാധാന്യം അത്രേ ഉള്ളൂ. ഇപ്പോൾ പക്ഷെ ശരിക്കും അതിന്റെ ഒരു ലോജിക്ക് പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ലല്ല, ഞാൻ ഇതിന് പറഞ്ഞ ഈ കാര്യത്തിനല്ല, ഞാൻ രണ്ടാമത് വേറൊരു പോയിന്റായിട്ട് പറഞ്ഞതാണ്. ഈ പറഞ്ഞ കാരണത്തിന് പുള്ളി അതങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മര്യാദയ്ക്ക് സിനിമ കണ്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവാൻ പറ്റും. അതിന് കാരണമുണ്ട്. അത് review കേട്ടായിരുന്നോ? അത് ഞാൻ കേട്ടായിരുന്നു. ഈ പറഞ്ഞ സാധനം ശ്രദ്ധിച്ചോ? ഞാൻ ശ്രദ്ധിച്ചു എന്നുള്ളതാണ് എനിക്ക്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഞാനത് മൈൻഡ് ചെയ്യാറില്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ വേറൊരു കാര്യം, എന്തോ ബ്രോ 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 എന്ന് വിളിക്കുന്ന അങ്ങനെ എന്തൊക്കെയോ പറയുന്നത് കേട്ടു. പക്ഷെ ഞാൻ ബ്രോ എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ എനിക്കതിൽ അരോചകം തോന്നിയില്ല. രണ്ടാമത്തെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ക്യാരക്ടർ എങ്ങനെയാണ്, ഇയാൾ ഇറിറ്റേറ്റിംഗ് ആണ്. എൻ്റെ ക്യാരക്ടർ കുറച്ച് ഇറിറ്റേറ്റിംഗ് ആണ്. കൂടെ ഇരിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ അവരുടെ കംഫർട്ട് സോൺ മര്യാദ കൊടുക്കാത്ത ഒരാളാണ് ഈ എൻ്റെ ക്യാരക്ടർ ഇതിനകത്ത്. അപ്പോൾ അയാൾക്ക് അങ്ങനെ ചെയ്യും. അയാൾ ബ്രോ എന്ന് വിളിക്കും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും പറയും, വെറുതെ അടുത്തിരിക്കുന്നവരോട് ചൊറിയും, ഹെഡ്സെറ്റ് വെക്കാതെ ഫോണിൽ ലൗഡായിട്ട് പാട്ട് കേൾക്കും, ഫോൺ കോൾ ചെയ്യും. അത് നമ്മുടെ കൂടെ ഉണ്ടാവില്ല. ഇപ്പോൾ തിയേറ്ററിൽ വന്നിരിക്കുമ്പോൾ ഇതെല്ലാം ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ല. അപ്പം അങ്ങനത്തെ ഒരു സ്വഭാവമുള്ളൊരു വ്യക്തിയാണ്. അയാൾക്ക് ആ ഒരു സോഷ്യൽ ക്യൂ ഇല്ല ഈ സണ്ണി വർഗീസ് എന്ന് പറയുന്ന ക്യാരക്ടറിന്. അതങ്ങനെ ചെയ്തത്. ഇതാ പറയുന്നത്, സിനിമയ്ക്ക് ഇതിങ്ങനെ ചെയ്യുന്നത് നമ്മളിത് വെറുതെ ചെയ്യണമല്ല. ഇതിനൊക്കെ ഓരോ റീസൺസ് ഉണ്ട്. എന്നാലേ അയാളെ അങ്ങനെ രീതിയിൽ നമുക്ക് പോർട്രേറ്റ് ചെയ്താലേ ഈ സിനിമയിൽ അത് ലാൻഡ് ആവുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഒരാളുടെ അഭിപ്രായം റിവ്യൂ ഈ രീതിയിൽ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ പറയാനുള്ള സ്വാതന്ത്ര്യം ഓരോരുത്തർക്കും ഉണ്ട്. തീർച്ചയായും. പക്ഷേ ഈ സിനിമയെ കൃത്യമായി മനസ്സിലാക്കാതെ വെറുതെ ജഡ്ജ് ചെയ്യുന്നത് ഒരു മോശം പരിപാടിയായിട്ട്. ഇത് വേറെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ഇവരുടെയും വയറ്റുപഴപ്പിന്റെ പ്രശ്നമാണ്. ഇപ്പൊ ഇവരുടെ എന്നല്ല, ഇത് ചെയ്യുന്ന ആളുകളുടെയൊക്കെ. അപ്പോൾ അതിനൊരു ഫാൻ ബേസ് ഉണ്ട്. അതിന് ഇവിടെ ആൾക്കാരുണ്ട് കാണാൻ. ആക്ച്വലി ഇപ്പോൾ അങ്ങനെ വന്നിരുന്ന് പറയുമ്പോൾ, അങ്ങനെ ഒന്ന് 2-3 തగ్గടിക്കുമ്പോൾ, അങ്ങനെ ഒരു വേഷം കിട്ടി വന്നിരിക്കുമ്പോഴൊക്കെ അവിടെ ആൾക്കാരുണ്ട്. അത് വേറെ തന്നെ ഒരു എന്റർടൈൻമെന്റ് ഏരിയയായി മാറിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പം അത് സിനിമയെ ബാധിക്കും എന്നുള്ളതിൽ എനിക്ക് യാതൊരു വിശ്വാസമില്ല. തീർച്ചയായിട്ടും സിനിമയെ ബാധിക്കില്ല. കാരണം ആളുകൾ മണ്ടന്മാരല്ലോ. കാരണം ഇത്രയും പേര് റിവ്യൂ കണ്ടിട്ടാണ് സിനിമയ്ക്ക് പോവുക. ഇപ്പം നമ്മൾ ഇപ്പം എനിക്ക് എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ പോയി കാണും, എന്നിട്ട് എനിക്കൊരു അഭിപ്രായം ഉണ്ടാക്കും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ ഒരു എന്താണ് പറയുക, വാല്യൂ എന്ന് പറയുക, ഒരു മനുഷ്യന്റെ വാല്യൂ. ഇപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പുറത്ത് വേറെ എന്തോ നടക്കുന്നു പറഞ്ഞാൽ ഞാനത് വിശ്വസിച്ച് ഇവിടെ പറയുകയല്ലോ. ഞാൻ പോയി നോക്കി എനിക്ക് ധാരണ ഉണ്ടെങ്കിലല്ലേ ഞാനത് ഷെയർ ചെയ്യാവുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും പടം കണ്ട അഭിപ്രായം എടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യം. ബാക്കി നെഗറ്റിവിറ്റി ഒന്നും ബാധിക്കില്ല. ബൗചേട്ടാ, ഈ പറഞ്ഞ കലൂർ ടെന്നീസ് സംവിധാനത്തിൽ അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റിലും അഭിനയിക്കുന്നു. 2 എക്സ്പീരിയൻസ് ആണ്. അച്ഛന്റെ സ്ക്രിപ്റ്റിൽ അഭിനയിച്ചു, ഇപ്പൊ മകന്റെ സ്ക്രിപ്റ്റിൽ. അപ്പൊ ജനറേഷനാണ് ഞാൻ ആലോചിക്കുന്നത് ബൗചേട്ടന്റെ. ആ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അച്ഛന്റെ കൂടെ അഭിനയിച്ചപ്പോഴും മകന്റെ കൂടെ അഭിനയിച്ചപ്പോഴും, അച്ഛന്റെ സ്ക്രിപ്റ്റ്, മകന്റെ സ്ക്രിപ്റ്റും ഡയറക്ടറും, എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? അത് അച്ഛൻ്റെ കൂടെ അഭിനയിച്ചതിൽ ഏറ്റവും കൂടുതൽ ഇതായിട്ട് ഉപ്പ് കണ്ടം പ്രദേശം എന്നൊരു സിനിമയാണ്. ഭയങ്കരമായിട്ട് ഇപ്പോഴും ആൾക്കാർ മനസ്സിൽ കണ്ടിരിക്കുന്നത്. അത് ഒരുപാട് സിനിമകൾ, കമ്പോളം, പല സിനിമകളുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഈ ജനറേഷൻ ഗ്യാപ്പ് എനിക്കൊരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. കാരണം നമ്മൾ ഒരുപാട് ട്രാവൽ ചെയ്യും, ഒരുപാട് ആൾക്കാരോട് സംസാരിക്കും, ഒരുപാട് ആൾക്കാരോട് ഇൻറ്ററാക്ട് ചെയ്യും. പിന്നെ നമ്മൾ ഈ ലോകം കണ്ടു തന്നെ ഇരിക്കുകയാണ്. നമ്മളൊരു ജനറേഷൻ കഴിഞ്ഞ് കിടന്ന് ഉറങ്ങുന്നില്ല. അപ്പോൾ ഇത് കണ്ട് നമ്മൾ വീണ്ടും മനസ്സിലാക്കി, പുതിയ ജനറേഷൻ ആണെങ്കിലും പഴയ ജനറേഷൻ ആണെങ്കിലും ഏത് ജനറേഷൻ ആണെങ്കിലും എനിക്ക് തോന്നുന്നത് മനുഷ്യൻ്റെ സൈക്കോളജി എന്ന് പറയുന്നത്, അവൻ എപ്പോഴും അവൻ്റെ മനസ്സിൽ സെൻറ്റിമെൻറ്റ്സും സ്നേഹവും വാത്സല്യവും വെറുപ്പും വിദ്വേഷവും ഒരുപാട് അസൂയയും എല്ലാ നല്ല ഗുണങ്ങളും മോശം ഗുണവും ഉണ്ടാവും. അത് ഏത് തലമുറയിലും അതുണ്ടാവും. അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു 10, 200, 300 വർഷം കഴിയുമ്പോൾ റോബോട്ടായി വിതൗട്ട് എനി ഫീലിങ്സ്. ഐ ഡോണ്ട് ബിലീവ് ഇൻ ജനറേഷൻ ഗ്യാപ്പ്. എനിക്കത് ഫീൽ ചെയ്യുന്നില്ല. ഒന്നാമത് ഈ പിന്നെ ഡീനും ഒക്കെ ആണെങ്കിലും, അതുപോലെ ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ പല ഡയറക്ടേഴ്സും തമിഴിലും തെലുങ്കിലും കന്നഡത്തിലും മലയാളത്തിലും ഒക്കെ നമ്മുടെ സിനിമ കണ്ട് വളർന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു സ്നേഹം എപ്പോഴും ഉണ്ടാവും, ആ ഒരു റെസ്പെക്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് ഒരിക്കലും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഇത് വലിയൊരു ഭാഗ്യമല്ലേ, അച്ഛൻ്റെ സ്ക്രിപ്റ്റിൽ അഭിനയിക്കുക, അത് കഴിഞ്ഞ് മകൻ്റെ സ്ക്രിപ്റ്റിൽ അഭിനയിക്കുക, ഇനിയും ഡിനുവിൻ്റെ മകൻ്റെ സ്ക്രിപ്റ്റിൽ അഭിനയിക്കാൻ പറ്റുമെന്ന് വിചാരിക്കട്ടെ. ബൗചേട്ടാ, ബൗചേട്ടൻ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിൽ വരുന്ന ഇതൊരു ആക്ഷൻ ഫിഗറാണ്, ആക്ഷൻ നായകൻ എന്നുള്ള ലെവലിൽ തന്നെയാണ്. അപ്പം ഇന്ന് മലയാള സിനിമയിൽ നടക്കുന്ന ഒരു ആക്ഷൻ പാറ്റേൺ ഉണ്ടല്ലോ. അപ്പൊ പ്രത്യേക സ്വാഗ് ഉണ്ട് ചെയ്യുന്ന ഈ സിനിമയിൽ പ്രത്യേകിച്ച് കയ്യിൽ വീണ ഒരുപാട് രംഗങ്ങളുണ്ടല്ലോ. ചേട്ടന്റെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ എങ്ങനെയുണ്ട് ആ ഒരു ആക്ഷൻ, മമ്മൂക്ക എന്നൊരു ആക്ഷൻ നോക്കുമ്പോൾ? വളരെ നന്നായിട്ടുണ്ട്. കാരണം മമ്മൂക്കയുടെ ഒരു സ്റ്റൈലുണ്ട്. ആ ഒരു സ്റ്റൈലിൽ അത് ഓരോ ആർട്ടിസ്റ്റും അത് ചെയ്യുന്നതിനൊരു സ്റ്റൈലാണ്. ആ സ്റ്റൈൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമ്പോഴാണ്
ആ ആർട്ടിസ്റ്റിൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൈ കിട്ടുന്നത്. നമുക്ക് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ചെയ്ത സംഭവങ്ങളൊക്കെ. അതുപോലെ ഈ ഒരു ഇത്രയും നാൾ കഴിഞ്ഞിട്ടും അത് കീപ്പപ്പ് ചെയ്യുന്ന ഒരു സംഭവം വളരെ അത്ഭുതാവകമാണ്. അതുപോലെ ഇപ്പൊ മലയാള സിനിമ നടക്കുന്ന ഒരു ആക്ഷൻ പാറ്റേൺസ് ഉണ്ടല്ലോ, ശരിക്കും അത്രയും വയലൻസ് വേണം, അല്ലെ ആ ഒരു ആക്ഷൻ അത്രയും ഇത് ഇന്റൻസിറ്റി വേണം എന്ന് കരുതുന്നുണ്ടോ? ചേട്ടന് ഒരു ആക്ഷൻ ഹീറോ എന്ന ലെവലിൽ ചോദിക്കുക, അത്ര ഇന്റൻസിറ്റി അല്ലെ അത്ര ഒരു പാറ്റേൺ വേണമെന്ന് കരുതുന്നുണ്ടോ? അതിപ്പം ഓരോ ഫിൽം മേക്കേഴ്സിന് അവരുടേതായ ആവിഷ്കാര സ്വാതന്ത്ര്യം. അപ്പോൾ അവർക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ അവർ കൺസീവ് ചെയ്ത രീതിയിലായിരിക്കും അവർ ആ സിനിമ എടുക്കുന്നത്. ചില സിനിമ, രണ്ട് ടൈപ്പ് സിനിമകളുണ്ട്. ഒന്ന് പേഴ്സണൽ സിനിമ എന്ന് പറയുന്നത്, അപ്പോൾ എൻ്റെ ഐഡിയാസ് എൻ്റെ രീതിയിൽ ഞാൻ സിനിമ എടുത്ത് ജനങ്ങൾക്ക് കൊടുക്കുന്നു. ജനങ്ങൾ സ്വീകരിച്ചാൽ ഭാഗ്യം, സ്വീകരിച്ചില്ലെങ്കിൽ പോയി. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഐഡിയാസ് എല്ലാം മാറ്റി വെച്ചിട്ട്, എൻ്റെ കോൺസെപ്റ്റ് എല്ലാം മാറ്റി വെച്ചിട്ട് ജനങ്ങൾക്ക് വേണ്ടി ഒരു സിനിമ എടുത്ത് പ്രസൻറ്റ് ചെയ്യും. ഏറ്റവും സേഫ് അതാണ്, ജനങ്ങൾക്ക് വേണ്ടി ഒരു സിനിമ എടുക്കുന്നതാണ്. പിന്നെ ഈ വയലൻസിൻ്റെ കാര്യം പറയുന്നപ്പോൾ നമുക്ക് ഒരു സിനിമ പുറത്തു വന്നു കഴിഞ്ഞാൽ അത് കൺട്രോൾ ചെയ്യാനുള്ള ബോഡീസ് ഉണ്ട്. അതായത് സെൻസർ, അതുപോലെ സെൻസറിൻ്റെ മുകളിൽ വേറെ ബോഡീസൊക്കെ ഉണ്ട്. അവർക്ക് ഡെഫിനറ്റ്ലി അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ജനങ്ങൾക്കൊരു ചോയ്സ് ഉണ്ട്, ഈ സിനിമ ഞാൻ കാണണോ അല്ലെങ്കിൽ എൻ്റെ കുട്ടികളെ കാണിക്കണം എന്നുള്ളൊരു ചോയ്സ് ഉണ്ട്. അതും ഓരോ റേറ്റിംഗ് ഉണ്ട്. പിന്നെ ഇപ്പോഴത്തെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പലതും കണ്ടിരിക്കുന്ന ഞാൻ വളരെ റഫായിട്ടുള്ള ആക്ഷൻ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതായത് ഒരിടി കൊണ്ടിട്ട് ആൾക്കാർ പറന്നു പോയി, വേറൊരു ജീപ്പ് വീണ്, ജീപ്പ് മറിഞ്ഞ്, അങ്ങനെയൊക്കെയുള്ള കുറേ ഗിമ്മിക്സുകൾ ഇപ്പോൾ വരുന്നുണ്ട്. അതുപോലെ ഒത്തിരി വയർ ടെക്നിക്സ്, വയർ ചാടി പൊങ്ങി, അതായത് നമ്മുടെ എന്താ പറയുന്നത്, ഗ്രാവിറ്റേഷൻ പുള്ളിനൊന്നും യാതൊരു വിലയും കൽപ്പിക്കാത്തൊരു തരം. എൻ്റെ സിനിമകൾ കണ്ടറിയാം, ചന്ത കടലൊക്കെ ചെയ്ത് ഒരിടി കൊണ്ട് അവർ പുറത്ത് അല്ലെങ്കിൽ ഇങ്ങോട്ട് വീഴത്തുള്ളൂ, പറന്നു പോകുന്നൊരു പരിപാടി. അപ്പോൾ അതെനിക്കൊരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ സിനിമാറ്റിക് എക്സ്പീരിയൻസ്, ചില സിനിമകൾക്ക് അത് ആവശ്യമാണ്. ഇപ്പോൾ ഏലിയനെ വെച്ചൊരു സിനിമ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ സൂപ്പർ നാച്ചുറൽ പവറൊക്കെ ആണെങ്കിൽ ഓക്കെ. എങ്ങനെ? തീർച്ചയായിട്ടും അത് ഞങ്ങൾ തമ്മിലൊരു എത്രയോ വർഷങ്ങൾ പോകുന്നില്ല തൊട്ടുള്ള ഒരു ബന്ധമാണ്. അന്നാണ് ഞാൻ ആദ്യം മമ്മൂക്കായി കാണുന്നത്. ആ ഒരു എന്താ പറയുന്ന സംഭവം എപ്പോഴും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഗെയിം കളിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ, ഇപ്പോൾ നമ്മൾ ഫോണിൽ പാമ്പും കോണിയൊക്കെ കളിച്ചിട്ടില്ലേ, അല്ലെങ്കിൽ മറ്റേ ആപ്പിൾ തിരുന്ന പാമ്പിനെ കളിച്ചിട്ടില്ലേ? ബേസിക് ഗെയിമിൻ്റെ കൺസെപ്റ്റും അതിൻ്റെ തുടക്കവും ഇവിടെ നിന്നൊക്കെയാണ്. ഗെയിമിങ് മനസ്സിലാവാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഗെയിം കളിക്കുന്ന ഒരാളാണ്, എൻ്റെ വീട്ടിൽ PS5 ഉണ്ട്. അപ്പോൾ ഇത് വലിയ എന്താ പറയുക, മനസ്സിലാവില്ലാത്ത തന്നെ വേറൊരു ഏരിയയോ അല്ലെങ്കിൽ മനസ്സിലാവില്ലാത്ത തന്നെ ഒരു പരിപാടിയൊന്നും അല്ല. പിന്നെ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇപ്പോൾ ഉള്ള കുട്ടികളോട് ഇത് ഗെയിമിങ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളെക്കാൾ കൂടുതൽ ഗെയിം കളിക്കുന്ന ആൾക്കാർ ഭയങ്കര സിമ്പിളായിട്ട് തന്നെയാണ് ഇതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുത്തിരിക്കുന്നത്. ഇല്ലില്ല, അങ്ങനെ ഇതാ പറയുക, ഈ പൊതുവെ ഇതൊരു മമ്മൂക്ക പടമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് വലിയ ആളുകൾക്കും മനസ്സിലാവുന്ന രീതിയിൽ, ഇത് ഇന്ന കാറ്റഗറിക്ക് മാത്രം കാണാൻ പറ്റുന്ന പടം അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ കുട്ടികൾക്ക് ഓൾറെഡി ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണല്ലോ, അവരുടെ ഓൺലൈൻ ഗെയിമിങ്സിന് നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നപ്പോൾ ഈ ലോകത്തുള്ള എല്ലാ ഫിലിം ഇൻഡസ്ട്രീസും മ്യൂസിക് ഇൻഡസ്ട്രീസും എടുത്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ $1 ട്രില്യൺ ഇൻഡസ്ട്രിയാണ് ഗെയിമിംഗ് ഇൻഡസ്ട്രി. നമുക്കറിയില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ആക്ച്വലി അതാണ് ബാക്കിയുള്ള എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയേക്കാളും വലിയ ഇൻഡസ്ട്രിയാണ് ഗെയിമിംഗ് ഇൻഡസ്ട്രി. അപ്പോൾ അവിടെ നടക്കുന്ന സിനാരിയോസ് എന്താണെന്ന് മേ ബി 10-50 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കാം ഇപ്പോൾ. പക്ഷേ അതിൽ താഴോട്ടുള്ള ആളുകൾക്ക് കുറച്ചൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടുള്ള അത്യാവശ്യം എന്താണ് പറയുക, ആളുകൾക്ക് മനസ്സിലാവും എന്താണ് ഇതെന്നും, അല്ലെങ്കിൽ ഇതാണ് ഇവിടെ നടക്കുന്നത്, റിയാലിറ്റിയാണ് ഇതെന്നുള്ളത് മനസ്സിലാവും. മമ്മൂക്ക ഭയങ്കര ഹാപ്പിയാണ്. മെസ്സേജ് അയച്ചിരുന്നു, ഞങ്ങൾക്ക് എല്ലാവർക്കും മെസ്സേജ് അയച്ചിരുന്നു, ഡയറക്ടറിന് മെസ്സേജ് അയച്ചിരുന്നു. പുള്ളി പറഞ്ഞു ഇങ്ങനെ തന്നെ പോട്ടെ, അടിപൊളിയായിട്ട് തന്നെ പോട്ടെ, ഭയങ്കര ഹാപ്പിയാണ്.
I don't know, man. Everybody's asking the same question, but even I wish I knew more about Bilal. But then, let's keep our fingers crossed and see if it does happen for all of us. Thank you. ഭാമ ഇവിടെ സ്ട്രേറ്റ്. ഈ സിനിമയിൽ മമ്മൂക്കെ പോലെ തന്നെ അത്രത്തോളം കോൺട്രാസ്റ്റ് ഉള്ള അല്ലെ ആ വേറെ സ്വാഗുള്ള ഒരാളാണ് JVM. അദ്ദേഹത്തിൻ്റെ കൂടെ കോമ്പോ ഉണ്ടായിരുന്നല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു ഒരു ഫേസ് ടു ഫേസ് ഉള്ള റിയാക്ഷൻസ് ഉണ്ടാവും? അത്രയും ഹിസ്റ്ററീസ് ഉള്ള ആ ഒരു ലെജൻഡ് തന്നെയാണ് അദ്ദേഹം. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു കോമ്പോ, അവരുമായിട്ടുള്ള എക്സ്പീരിയൻസ്, സാറുമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്? ഗൗതം സാറുമായിട്ട് ആദ്യം തന്നെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഒത്തിരിയധികം സന്തോഷം. കാരണം നമ്മളെല്ലാവരും ആരാധിക്കുന്ന സ്പെഷ്യലി ഗേൾസ് കുറച്ച് അധികം ഫാൻസ് ഉണ്ട് സാറിന്. അത്രയും ഒരു റൊമാൻറ്റിക് ഡയറക്ടറാണ് ഗൗതം സാറ്. അപ്പം ഗൗതം സാറിൻ്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ സാറിന് ആദ്യമായിട്ട് കാണണമെന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താ പറയുക, വളരെ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. സാറിൻ്റെ കൂടെ ആയിരുന്നു നമ്മുടെ ആ ടീമിന് മോസ്റ്റ് ഓഫ് ദ കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ബോണ്ടിങ് ഉണ്ടായിരുന്നു സിനിമയിൽ. നമ്മുടെ ആ ഒരു ടീമിനൊരു ബോണ്ട് ഉണ്ടല്ലോ, അത് ത്രൂ ഔട്ട് ദ ഫിലിം ഷൂട്ടിലും സെറ്റ്സിലും എല്ലാം അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഗൗതം സാറിനെ കാണുന്ന സമയത്ത് ആദ്യത്തെ ദിവസമൊക്കെ നമുക്ക് ഭയങ്കര പേടിയായിരുന്നു, 3 പേർക്കും, സിറ്റുവേട്ടനായാലും ഡിനു ചേട്ടനായാലും എനിക്കായാലും. പക്ഷേ സാർ അത് ഭയങ്കര ഈസിലി ഹാൻഡിൽ ചെയ്ത്, അത് സാറിന് അറിയാം കാരണം എത്രത്തോളം പേടി വരും നമ്മുടെ പോലത്തെ ആൾക്കാർ വരുന്ന സമയത്ത് നല്ല രീതിയിൽ. സോ അത് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഫീൽ വെരി ലക്കി ടു ബി പാർട്ട് ഓഫ് ദിസ് മൂവി. ഐശ്വര്യ എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നലെ സിനിമ നല്ല റെസ്പോൺസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ടാ മറ്റുള്ള റിയാക്ഷൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഐ എം ഫീലിംഗ് വെരി ഹാപ്പി, എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ. എല്ലാവർക്കും പടം ഇഷ്ടമായി എന്ന് കേട്ടു. ആൻഡ് റിവ്യൂസ് ഒക്കെ എല്ലാം പോസിറ്റീവാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ആൻഡ് വളരെ സന്തോഷം, എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ ആൻഡ് എക്സ്ട്രീംലി ഹാപ്പി. ഹക്കീം, ഒരു ചോദ്യം ചോദിക്കണം. അതായത് ഇപ്പം നോർമലി സോഷ്യൽ മീഡിയയിൽ ഇപ്പം കുറച്ച് എന്താ തിയേറ്ററിലൂടെ വന്ന് താരങ്ങളായ ആറാട്ടണ്ണൻ, പെരേര, അങ്ങനത്തെ കുറച്ച് പേരുണ്ട്. അപ്പം സിനിമാക്കാർ തന്നെ പറയുന്നത് ഇങ്ങനെയുള്ളവരെ പ്രൊമോട്ട് ചെയ്യരുത്, മീഡിയാസ് ഇങ്ങനെയുള്ളവരെ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല, സിനിമ ദോഷം ചെയ്യുന്നുണ്ട് എന്ന്. അപ്പം ഈ സിനിമയിൽ തന്നെ സന്തോഷ് വർക്കി ഒരു സീൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് ഉള്ള മൊമെന്റിലെ ഒരു സീനില്ലാത്ത അദ്ദേഹത്തിന് വരുന്നു, പെട്ടെന്ന് ആളുകൾ ഞെട്ടിപ്പോയി. അപ്പോൾ സിനിമയിലുള്ളവർ തന്നെ ഇങ്ങനെ 2 പക്ഷം പറയുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അത് ഡയറക്ടറുടെ കോളാണ്. അത് എനിക്ക് എന്തുകൊണ്ടെന്നോ എങ്ങനെയാണോ ഇവിടെ വന്നതെന്നുള്ളത്. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ട് മൊമെൻ്റ് ആയിരുന്നു. പിന്നെ അങ്ങനെ ഇപ്പോൾ റിവ്യൂ പറയുന്ന ആളുകൾക്ക് സിനിമ വരാൻ പറ്റില്ല എന്നൊന്നുമില്ല. അല്ല, ഞാൻ പറഞ്ഞല്ല, പ്രൊഡ്യൂസേഴ്സും ബാക്കിയുള്ളവരും തന്നെ പറയുന്നത് നിങ്ങൾ ഇങ്ങനെയുള്ളവരെ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ളവരെ പ്രൊമോട്ട് ചെയ്യുക ഇൻ ദ സെൻസ് അവരുടെ റിവ്യൂസിനല്ലേ പറയുന്നത്. ഈ ഒരാളുടെ എന്താ പറയുക, ഫേസ് വാല്യൂവിനെയോ ഫെയിമിനെയോ അയാൾക്കുള്ള ഒരു പബ്ലിക് ഇമേജ് ഉണ്ടല്ലോ, അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നതിൽ എന്താണ് തെറ്റ്? ഇപ്പോൾ ഇവിടെ ഇൻസ്റ്റാഗ്രാം റീൽ എടുക്കുന്ന ആളുകൾ എത്രയോ പേര് ഇപ്പോൾ സിനിമയിലുണ്ട്. അത് അവരുടെ പബ്ലിക് ഇമേജിനെ യൂട്ടിലൈസ് ചെയ്യുന്നില്ലേ? അവർക്കുള്ള ആ ഒരു ഇമേജിനെ അതുപോലെ തന്നെ യൂട്ടിലൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ ഈ മൊമെന്റിൽ അത് എത്രത്തോളം ബ്ലണ്ടർ ആയിരുന്നു, അല്ലെങ്കിൽ എത്രത്തോളം ഡൈവേർട്ട് ആയിപ്പോയി എന്ന് കാണിക്കാൻ പറ്റുന്ന ഒരു അവസരമായിട്ടാണ് തോന്നിയത്. എനിക്കൊന്നും ഇറ്റ്സ് ബെറ്റർ ചോയ്സ്. നല്ല രസമുണ്ട് കേട്ടത്, ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തു. ആയിട്ടാണോ? അതെ, പല ആളുകൾക്കും ഷൈൻ ടോം ജോക്കൊക്കെ വെല്ലുവിളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളല്ലേ വെല്ലുവിളി? നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ അതിന് നല്ലൊരു താങ്ക്സ് പറയുന്നുണ്ട്. ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ആ ഒരു സീനിലേക്ക് ഈ മമ്മൂക്കയുടെ കൂടെ, ഷൈൻ ടോം ജോക്ക് ഇപ്പൊ മമ്മൂക്കയുടെ കൂടെ എല്ലാ സിനിമ, മമ്മൂക്ക അഭിനയിച്ചു വെച്ചാൽ എല്ലാ സിനിമയിലും മമ്മൂക്ക കൂടെ കൊണ്ടു കിടക്കുകയാണ്. ആ സിനിമയിലേക്ക് തന്നെ മമ്മൂക്കയുടെ കൂടെ തന്നെ എത്താൻ പറ്റി, മമ്മൂക്കയുടെ കൂടെ ഷെയർ ചെയ്യാൻ പറ്റിയ സ്ക്രീൻ വലിയൊരു എക്സ്പീരിയൻസ് അല്ലായിരുന്നു? അതെ, എങ്ങനെ ഉണ്ടായിരുന്നു പറയൂ. അടിപൊളിയായിരുന്നു. മമ്മൂക്കയുടെ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. മമ്മൂക്ക ഫാൻ ബോയ് ആയിരുന്നില്ല പണ്ട്, പക്ഷെ ഇപ്പൊ ആയിക്കൊണ്ടിരിക്കുന്നു, ശ്രമിക്കുന്നു അതിന്. അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളു. ഷൈൻ്റെ കസിൻ, ഷൈൻ്റെ അനിയൻ തന്നെയാ, സ്വന്തം അനുജനാട്ടോ. അതാണ് പല ആൾക്കാർ ഷൈൻ്റെ സ്വന്തം അനുജനാണ്. ഉണ്ടാവും, വേറെ സംഭവം ഉണ്ട്. വേറെ മാത്രമല്ല. അല്ല, ഈ സബ്ജക്ട് കേട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് ചേട്ടനുടെ അഭിനയിക്കുന്ന സിനിമ ആരാണ് വിളിക്കുന്നത്? ആദ്യമായിട്ട് ഞാനും ചേട്ടനും ആദ്യമായിട്ട് സ്ക്രീനിൽ ഒരുമിച്ച് വരുന്ന പടമാണത്.
ഇതിനു മുമ്പ് ഞങ്ങൾ ക്രിസ്റ്റഫറിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഒരുമിച്ച് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആദ്യമായിട്ട് ഒരുമിച്ച് തന്നെ പടമാണ്. അത് ഭയങ്കര ഒരു വീട്ടിൽ ഒരുമിച്ച് കാണാറുണ്ടോ? വീട്ടിലിടയ്ക്ക് കാണാറുണ്ട്, പുറത്താണ് കൂടുതൽ ഒരുമിച്ച് കാണാറ്. ആരാണ് ആദ്യം വിളിക്കുന്നത് ഈ സിനിമയിലേക്ക് ഒരു സബ്ജക്റ്റ് പറഞ്ഞ്? ആഷിക്ക് പറഞ്ഞിട്ട്, ആഷിക്കും ബിലിന്ദും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഡീന തന്നെയാണ് വിളിക്കുന്നത്. അങ്ങനെ പോയി അഭിനയിച്ചു. ആദ്യ ദിവസം വിളിച്ചു, പിന്നെ 2 ദിവസം വിളിച്ചു, 3 ദിവസമായി, 4 ദിവസം, 5 ദിവസം, അങ്ങനെ. ആദ്യം ഒരു ദിവസം പറഞ്ഞാണ് പിന്നെ തുടർന്നു അല്ലേ? അല്ല, നല്ലൊരു എക്സ്പീരിയൻസ്. നന്നായിട്ട് ചെയ്യുകയും ചെയ്തു എന്നാണ് നമ്മള് ജോക്കുട്ടനെ എനിക്കൊക്കെ പേഴ്സണലി അറിയാവുന്ന. ജോക്കുട്ടൻ വേറെ സിനിമയിൽ ആദ്യമായിട്ട് അങ്ങനെ പറയുന്നത് 5-6 പറഞ്ഞു കഴിഞ്ഞു. അതെ, വേറെ സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് മമ്മൂക്കാടൊപ്പം അഭിനയിക്കുമ്പോഴുള്ള അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. മമ്മൂക്കാടൊപ്പം സ്ക്രീൻ ചെയ്യുമ്പോൾ അവിടെ ഡയലോഗ് വരുന്നുണ്ട്, മമ്മൂക്കാട് ഒപ്പം നിൽക്കണം. അതിന് നിങ്ങൾ ടെൻഷൻ എന്നാണോ പറയാ? പിന്നെ എന്താ പറയണ്ട പറയൂ. എനിക്കറിയില്ല എന്താ പറയണ്ടില്ല. ജോക്കുട്ടൻ എന്താണ് അനുഭവിച്ചത്? എനിക്ക് അനുഭവിച്ച എന്താന്ന് പറയാൻ പറ്റുന്നില്ലല്ലോ. ഇപ്പോഴാണ് ഷൈൻ ഡോൺ ജോ ആക്കിയത്. എന്താണ്? ഞാനൊരു എക്സ്ക്യൂസ് പറയാണ്. കാരണം എനിക്ക് ഒരു അടുത്ത പരിപാടി 2-3 പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ പ്രൊമോഷനും ഉണ്ട്, പിന്നെ ഷൂട്ടിംഗ് ഉണ്ട്, ഡബിങ് ഉണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് പയ്യെ ഇനി കാലിക്കറ്റ് എത്തണം. അതുകൊണ്ട് എന്നോട് ദയവായി ക്ഷമിക്കുക. എല്ലാവരും സിനിമ എൻജോയ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ഓക്കെ, താങ്ക് യു എല്ലാവർക്കും. താങ്ക് യു സോ മച്ച്. എങ്ങനെയാണ് ഞാൻ ഗെയിം നല്ല അഡിക്റ്റ് ഒന്നല്ല, നല്ല ഇടയ്ക്ക് കുറച്ച് ഗെയിമൊക്കെ. ഈ സിനിമ കണ്ടപ്പോൾ അഡിക്റ്റ് ആയോ? ഇല്ലില്ല, എനിക്ക് ഗെയിം കളിക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇതിൽ അങ്ങനെ ഒരു റോള് കിട്ടിയപ്പോൾ നല്ല രസമായിരുന്നു ചെയ്യാൻ. ജോയ്സ്റ്റിക്കിൽ എല്ലാം അത്യാവശ്യം ചെയ്യാനൊക്കെ ഉണ്ടല്ലോ. ഞാനിങ്ങനെ ഒരു ആവർത്തിക്കൊണ്ടൊക്കെ ഇരുന്നത് നല്ല രസമായിട്ട് സ്ക്രീനിൽ കാണാനുണ്ട്. അതിന് നല്ല സന്തോഷമുണ്ട്. കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ഷൂട്ടിങ്ങിന്റെ സമയത്ത് പേരൻസ് ഒക്കെ എപ്പോഴും ഉണ്ടായിരുന്നു. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത്? സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയൊക്കെ നന്നായിട്ടുണ്ട് പറഞ്ഞു, എല്ലാവരും നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇത്തിരി എള്ളിച്ച കൂടി മമ്മൂട്ടി മാമയുടെ കൂടെ ഒരു നല്ലൊരു റോള് ചെയ്യാൻ പറ്റി. അപ്പോൾ എല്ലാവരും കണ്ടവരൊക്കെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനിയും കുറേ ആൾക്കാർ കാണാറുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയും വലിയൊരു സിനിമയിൽ ഇവരുടെയൊക്കെ ഒപ്പം അഭിനയിക്കാൻ പറ്റിയതിൽ നല്ല സന്തോഷമുണ്ട്. ലൊക്കേഷൻ പോയപ്പോൾ മമ്മൂക്ക എന്താണ് പറഞ്ഞത്? ലൊക്കേഷനിലൊന്ന് ഓർമ്മ പങ്കിട്ട്. ലൊക്കേഷനിൽ അങ്ങനെ അത്ര സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. 1-2 സീനല്ലേ ഉള്ളൂ. എന്നാലും എങ്ങനെ ഹോയു എന്നൊക്കെ ചോദിച്ചു, എങ്ങനെ സുഖമല്ലേ, എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചു. അതന്നെ സന്തോഷം. പിന്നെ ഇത്രയും വലിയൊരാളുടെ കൂടെ അത്യാവശ്യം കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ള റോള് ചെയ്യാൻ പറ്റിയല്ലോ. അത് സംസാരിക്കണേക്കാളും ഫോട്ടോ എടുക്കണേക്കാളും ഒക്കെ വലിയൊരു സന്തോഷം. ഇവിടെ അപ്പോൾ നമ്മുടെ ഷൈൻ ചേട്ടൻ്റെ സിനിമകളിലെ ഒരു പാറ്റേൺ നോക്കി അറിയാം. പുള്ളിക്കാരൻ ചെയ്തു വെക്കുന്ന ഒരു പ്രത്യേക ഒരു സ്വാഗ് ഉണ്ട്, അല്ലെങ്കിൽ പുള്ളിക്കാരൻ ഒരു ആക്ഷൻ്റെ രീതികളൊക്കെ ഉണ്ടാവും. എപ്പോഴെങ്കിലും അതിലെന്തെങ്കിലും ഇൻസ്പയർ ചെയ്യണം, അല്ല അതിൽ നിന്ന് ഫോളോ ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടോ? ചെറുപ്പം മുതലേ തോന്നിയിട്ടുണ്ട്. ചെറുപ്പത്തിലുള്ള ചേട്ടൻ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇപ്പോഴുള്ള ചേട്ടനല്ലേ കണ്ടിട്ടുള്ളൂ. ചെറുപ്പത്തിലെ ചേട്ടൻ എങ്ങനെയാ? അത് അറിയില്ലല്ലോ, നിങ്ങൾക്ക് അറിയില്ലല്ലോ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ല, ഇപ്പൊ ചെയ്യണം തോന്നില്ലല്ലോ. ഇപ്പൊ ഏതെങ്കിലും ഫോളോ ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ അതന്നെ പറഞ്ഞു, ചെറുപ്പത്തിലുള്ള ചേട്ടനെ കണ്ടിട്ടുണ്ടോ? ഇപ്പോഴുള്ള ചേട്ടൻ ഞാൻ ചെറുപ്പം മുതലേ കഥ പറയണ്ടേ? 10-35 കൊല്ലത്തെ കഥയിട്ടുള്ളൂ. നമ്മുടെ എഡിറ്റർ ഇവിടെ ഇരിപ്പുണ്ട്. അല്ല, കുറെ സീനുകൾ ഉണ്ടായിരുന്നു. കത്രിക വെച്ചപ്പോൾ കുറെ കട്ടിക്കുണ്ടാവല്ലോ. ആ സമയത്ത് എങ്ങനെയായിരുന്നു? ചിലത് കത്രിക വെക്കേണ്ടി വരുമല്ലോ എന്തായാലും എഡിറ്റിംഗ് സമയത്ത്. ഇതിപ്പം എല്ലാവർക്കും അറിയാം, ലാസ്റ്റാണ് ഈ പടത്തിലേക്ക് വന്നിരിക്കുന്നത്. ഈ പടത്തേക്ക് ഞാൻ ലാസ്റ്റാണ് വന്നത്. നിഷാദാണ് ആദ്യം എഡിറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഓൾറെഡി ഒരു ലൈനപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് വന്നുകൊണ്ട് ഞാൻ 25 കൊല്ലമായിട്ട് വേറെ സോഫ്റ്റ്വെയറിലാണ് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, ഹാബിറ്റിലാണ്. പിന്നെ ഇതിപ്പോൾ ഓൾറെഡി പ്രീമിയറിലാണ് എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അത് പഠിക്കേണ്ടി വന്നു. 25 കൊല്ലം കൊണ്ട് ചെയ്തതെല്ലാം മാറിയിട്ട് ഇപ്പോൾ ഡീനോ കൊണ്ട് ഒരു പുതിയ സോഫ്റ്റ്വെയർ ഞാൻ പഠിച്ചു. ഡീനോ എന്നുകൊണ്ട് ഇപ്പം മമ്മൂക്കിൻ്റെ കൂടെ സെക്കൻഡ് പാർട്ടാണ്. കണ്ണൂർ സ്കോഡ് കഴിഞ്ഞിട്ട് ഉള്ള മൂവിയാണ്. പിന്നെ ക്യാമറയുടെ മുമ്പിൽ ആദ്യമായിട്ടാണ് നിൽക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ടെൻഷനുണ്ട്. നിഷാദ് ചെയ്തു വെച്ചതാണല്ലോ നമുക്ക്. നിഷാദ് ഇപ്പോൾ ഇല്ല, നമ്മൾ യാത്ര പറഞ്ഞ് പോയിരുന്നു. നിഷാദിന്റെ ഒരു ഓർമ്മകളാണല്ലോ ഈ സിനിമ. നമുക്ക് എഴുതി കാണിക്കുമ്പോൾ തുടക്കത്തിൽ എഴുതി കാണിക്കുകയാണ്. അപ്പോൾ നിഷാദ് നമ്മുടെ ഓർമ്മയിലേക്ക് വരാണ്. നിഷാദിന് ശേഷം താങ്കൾക്കൊരു വേദന ഉണ്ടാവുമല്ലോ, നിഷാദ് തുടങ്ങി വെച്ചതിലേക്ക് പോകുമ്പോൾ. അതെങ്ങനെയാണ് താങ്കൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കഴിഞ്ഞത്?
അത് ഓൾറെഡി ചെയ്ത ഇപ്പോൾ നിഷാദ് ചെയ്തത് ഒരു ഐഡിയ വെച്ചിട്ടായിരിക്കില്ല ഓൾറെഡി ഫൈനലായിട്ട് ചെയ്യണം എന്ന്. അപ്പോൾ അത് ലാസ്റ്റ് കുറേ പ്ലാൻസ് ഉണ്ടായിരുന്നു നിഷാദിന് ഇങ്ങനെ ചെയ്യണം, പക്ഷെ അതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ പിന്നെ എൻ്റെ ഐഡിയ വെച്ചിട്ടാണ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഇപ്പോൾ ചിലത് നിഷാദ് വെച്ച പോർഷൻസ് ഒക്കെ നല്ലതാകുമ്പോൾ അതന്നെ വെച്ചിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫൈനലി ഫിലിം എന്തായാലും ഒരു ടീം വർക്ക് ആണല്ലോ, അപ്പോൾ എല്ലാവരുടെയും ഇൻപുട്സും എല്ലാം ഉണ്ടാവും. അത് ചെയ്ത് വന്നപ്പോൾ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അതെ, അല്ല എനിക്ക് എപ്പോഴും അവിടെ തന്നെയാണ് ഇഷ്ടം ഇത്. പക്ഷെ ചില പോർഷൻസ് ചില ടൂൾസൊക്കെ പ്രീമിയറിൽ ഈസിയാണ്. പക്ഷെ ഞാൻ ഇപ്പോൾ 25 കൊല്ലമായിട്ട് ഒരേ സോഫ്റ്റ്വെയർ ചെയ്തുകൊണ്ട് എനിക്ക് ബിഗിനിങ്ങിലൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു അത് ഒന്ന് മാറി വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഓക്കെയാണ്. സ്റ്റിൽ ഇതാണ് ലാസ്റ്റ് പടം പ്രീമിയറിൽ, അടുത്തത് അവിടെ തന്നെ ആയിരിക്കും. ഇനി പ്രീമിയർ പിടിക്കില്ല? ഇല്ല ഇല്ല. അതായത് ഇപ്പം ഒരു കുറച്ചു മുമ്പേ പറയുന്നുണ്ടല്ലോ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ള സാധനം. അപ്പം ഒരു കലാകാരനെ സംബന്ധിച്ച് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം. അപ്പം ചില കാര്യങ്ങളിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇന്ന പോലെ ഓഡിയൻസിലേക്ക് എത്തണം. സിനിമ എന്നൊരു കലാരൂപം അതാണല്ലോ. ഇപ്പം നമ്മൾ ചിലപ്പോൾ നമ്മുടെ പ്രതിഷേധങ്ങളായിരിക്കാം, നമ്മുടെ അഭിപ്രായങ്ങളായിരിക്കാം, നമുക്ക് സമൂഹത്തിൽ എത്തിക്കേണ്ട പല കാര്യങ്ങളും നമ്മൾ സിനിമയിലൂടെ എത്തിക്കും. പക്ഷേ അതിലും കത്രിയ വീഴുമ്പോൾ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ പറയരുത്, ഒരു അധികാരത്തിന്റെ പുറമെ ഇന്ന കാര്യം ആരും അറിയണ്ട എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. അത് ശരിയായ നടപടിയാണെന്ന് വിശ്വസിക്കുന്നു ഒരു സിനിമ? തീർച്ചയായിട്ടും അല്ല. എല്ലാവർക്കും ഇപ്പോൾ എപ്പോഴും ഒരു എന്താ പറയുക, ഏത് വലിയ തിരുത്തലുകൾ ഉണ്ടാകുമ്പോഴും ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും വലിയ എംപയറുകൾ പൊളിഞ്ഞു വീഴുന്നതിനും പ്രധാന കാരണം അവിടെ ഉണ്ടായിട്ടുള്ള നാടകങ്ങളും എന്താണ് പറയുക, അല്ലെങ്കിൽ സംഗീതങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ സിനിമയും. അപ്പോൾ തീർച്ചയായിട്ടും അത് രാജാവ് നഗ്നനാണെങ്കിൽ നഗ്നനാണെന്ന് തന്നെ വിളിച്ചു പറയാനുള്ള ചങ്കൂറ്റം ഇവിടെയുള്ള കലാകാരന്മാർക്ക് വേണം. അങ്ങനെയുള്ള കലാകാരന്മാരുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇപ്പോൾ റീസെന്റ് ഇറങ്ങിയ സിനിമകളൊക്കെ നമുക്കറിയാലോ. പക്ഷെ അതിലും കത്രിയ വീണു. അല്ല, അതില് കാര്യമില്ല. പറഞ്ഞു കത്രിയ വീഴുമ്പോൾ അത് ആരാണ് ഇവിടെ തെറ്റുകാരെന്ന് അവർ തന്നെ വിളിച്ചു പറയുമ്പോഴാണ് എനിക്ക് തോന്നുന്നത്. എനിക്കതേ ഫീൽ ചെയ്തു. ഇല്ല, അല്ല, ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് പറഞ്ഞത്, ഇത് ചർച്ച ചെയ്ത് പറഞ്ഞല്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാവണം. ഓക്കെ, നമുക്ക് ബസൂക്കയെ കുറിച്ച് പറഞ്ഞിട്ട് അല്ല, ഇത് ഒന്നും ആയിട്ടില്ല. പടം ഇന്നലെ പൂജ കഴിഞ്ഞല്ലേ ഉള്ളൂ. ഇല്ല. ഓക്കെ, താങ്ക് യു.